ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ ബെനഫിറ്റ്സ്, അതിൻ്റെ അപ്രോച്ചസ്, അതിൻ്റെ മോഡൽസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ ബെനഫിറ്റ്സ് നോക്കാം. സോഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിന് അതിൻ്റെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെമ്പേഴ്സിനോടും ഗവൺമെൻറ്റിനോടും ജനറൽ പബ്ലിക്കിനോടൊക്കെ കൂടിയിട്ടുള്ളൊരു കൂട്ടായിട്ടുള്ളൊരു ഒപ്പീനിയൻ്റെ ബേസിലാണ് ഇവർ സോഷ്യൽ ഒബ്ലിഗേഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യുക. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേമിനെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ബെനഫിറ്റാണ്. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അവരുടെ അഡ്വേഴ്സ് പബ്ലിസിറ്റിയോ ക്രിറ്റിസിസംസ് ഒക്കെ അവർക്ക് സോഷ്യൽ മീഡിയാസിലൂടെയും മറ്റ് ഇതിലൂടെയൊക്കെ കൗണ്ട് ചെയ്യാനും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വൺ ഓഫ് ദ ഒരു ബെനിഫിറ്റായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഓർഗനൈസേഷന് പ്രോഗ്രാംസും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ബെനിഫിറ്റാണ്. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനോ സൊസൈറ്റിയിൽ അൺഎത്തിക്കലായിട്ടൊരു കാര്യങ്ങളും ഫേം ചെയ്യുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഫേമിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അത് ഫേമിന് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ അക്കൗണ്ടിങ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, സോഷ്യൽ ഓർഗനൈസേഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്റിനൊക്കെ അവർക്കൊക്കെ ഈ സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നെസസറിയാണ് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന്. കാരണം സൊസൈറ്റിനോട് ഫേം എങ്ങനെയാണ് എന്നത് അറിയേണ്ടത് പബ്ലിക്കിനായാലും മെമ്പേഴ്സിനായാലും ഗവൺമെൻറ്റിനൊക്കെ ആയാലും അത്യാവശ്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ അതും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഫേമിൻ്റെ ഒരു ക്ലിയർ കട്ട് ഇമേജ് അല്ലെങ്കിൽ ഫേമിൻ്റെ ഒരു ഇമേജ് ഇമ്പ്രൂവ് ചെയ്യാനും സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ അക്കൗണ്ടിങ് അവരുടെ സൊസൈറ്റീൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ എയിം ചെയ്തിട്ടുള്ള പോളിസീസ് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ മാനേജ്മെൻറ്റിന് അറിയാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഗ്രേറ്റർ സപ്പോർട്ട് മാർക്കറ്റിങ്ങിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഗ്രേറ്റർ സപ്പോർട്ട് ഫേമിന് അറിയാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ്ങിലൂടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവാനും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ സൊസൈറ്റീനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഫേമിനോടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ സോഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ചാണ്. ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേം അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഏതൊരു ബിസിനസ് ഫേമിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ലീഗലും എത്തിക്കലുമായിട്ടുള്ള ഫ്രെയിം വർക്കിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, സൊസൈറ്റീനെ വൈഡായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ബിസിനസ് കോർപ്പറേഷൻസ് ആയാലും ബിസിനസ് ഫേംസ് ആയാലും ഓർഗനൈസേഷൻ ആയാലും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റിപ്പോർട്ടിംഗ് സോഷ്യൽ ഇൻഫർമേഷൻ.
സോഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡും ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് കോർപ്പറേഷൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നരേറ്റീവ് ഫോമിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് നരേറ്റീവ് ഫോമിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ പോസിറ്റീവ് സോഷ്യൽ ആസ്പെക്ട്സ് ഫേം പ്രസൻറ്റ് ചെയ്യുന്നത് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ വെൽഫെയർ തിയററ്റിക്കൽ അപ്രോച്ച്. ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സോഷ്യൽ കോസ്റ്റും അവർ സോഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ കോസ്റ്റും സോഷ്യൽ ബെനിഫിറ്റിൻ്റെയും കൂടിയും കംപ്രൈസ് ചെയ്തിട്ടായിരിക്കും സോഷ്യൽ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാമെന്നാണ് ഇൻ്റഗ്രൽ ആൻഡ് വെൽഫെയർ തിയററ്റിക്കൽ അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രോഗ്രാം മാനേജ്മെൻറ്റ് അപ്രോച്ച് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എൻ്റർപ്രൈസസിന് അവരുടെ സോഷ്യലായിട്ടുള്ളതും ഫിനാൻഷ്യലായിട്ടുള്ളതൊക്കെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. അപ്പോൾ അവരുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഒരു എൻ്റർപ്രൈസസിൻ്റെ ഗോളായിരിക്കും. അപ്പോൾ ആ ഫേമിന് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡെഫിനിറ്റ് പ്രോഗ്രാംസൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അതെങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് പിക്ടോറിയൽ അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ആനുവൽ റിപ്പോർട്ട് എല്ലാ ഇയർ എൻഡിലും പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ആനുവൽ റിപ്പോർട്ട്സിൽ എപ്പോഴും ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് പിക്ടോറിയൽ അപ്രോച്ചസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുട് നോട്ട് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് അപ്രോച്ചാണ്. ഈ അപ്രോച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ നമ്മുടെ ഫേമിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫുട് നോട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നാണ് ഈ ഫുട് നോട്ട് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ അക്കൗണ്ടിങ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ക്ലാസിക്കൽ അപ്രോച്ച്, ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, ഇൻ്റഗ്രൽ വെൽഫെയർ തിയററ്റിക്കൽ അപ്രോച്ച്, പ്രോഗ്രാം മാനേജ്മെൻറ്റ് അപ്രോച്ച്, പിക്ടോറിയൽ അപ്രോച്ച് ആൻഡ് ഫുട് നോട്ട് ഡിസ്ക്ലോഷർ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മോഡലിനെ കുറിച്ചിട്ടാണ്. ഏത് മോഡലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടിംഗ് സീഡ്ലേഴ്സ് മോഡൽ എന്നാണ് ഈ മോഡലിന് പറയുന്നത്. ഈ മോഡൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, സീഡ്ലർ മോഡലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സോഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ 2 റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും, അനദർ വൺ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിനും 2 ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷനുള്ള ഫോർമാറ്റാണ് ഈ സോഷ്യൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ കാണുന്ന ഫോർമാറ്റ്. അതിൽ വാല്യൂ ആഡഡ് പ്രൊഡക്ഷൻ ഓഫ് എൻ്റർപ്രൈസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ജോബ് ട്രെയിനിങ്, ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷനുള്ള സോഷ്യൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിൽ റവന്യൂസ്, ടോട്ടൽ റവന്യൂസ്, കോസ്റ്റ്, ട്യൂഷൻ പെയ്ഡ്, അങ്ങനത്തെ വരുന്ന കുറച്ച് ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടും അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് റിപ്പോർട്ടിംഗ് സീഡ്ലർ മോഡൽ.